പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഇതാ ഈ ശുശ്രൂഷയിലൂടെ പ്രവർത്തിക്കുക. കുരുടന് കാഴ്ചശക്തി കൊടുത്തവൻ, തളർവാദ രോഗികളെ സുഖപ്പെടുത്തിയവൻ, മാനസിക രോഗികളെ സുഖപ്പെടുത്തിയവൻ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയവൻ, കുടുംബ തകർച്ചകളെ ഇല്ലാതാക്കുന്നവൻ, അതിശക്തനായ ദൈവം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമാം വിധം നാളെ നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാധിക്കുന്ന മക്കൾ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക്, ദൈവമാതാ കത്തീഡ്രൽ പള്ളിയിലേക്ക്, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള ഈ ദേവാലയത്തിലേക്ക്, ഭാരതത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയിലേക്ക്, ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള അതിമനോഹരമായി കത്തീഡ്രൽ പള്ളിയിലേക്ക് അച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാനായി ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. മക്കളെ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി, രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി, ട്യൂമറിനെ ഇല്ലാതാക്കുന്ന ശക്തി, ശരീരത്തിലെ മുഴകളെ ബഹിഷ്കരിക്കുന്ന ശക്തി, ശരീരത്തിലെ അലർജി രോഗങ്ങളെ എടുത്തു മാറ്റുന്ന ശക്തി, തുമ്മലുകളെയും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും തലവേദനകളും ബഹിഷ്കരിക്കുന്ന യേശുനാമത്തിൻ്റെ ശക്തി, കണ്ണ് വേദനകൾ, ചെവി വേദനകളും, ഹൃദയ സംബന്ധമായ രോഗങ്ങളും, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും, കാൽമുട്ടിൻ്റെ വേദനകളും, വാതരോഗങ്ങളും, പാൻക്രിയാസിൻ്റെ രോഗങ്ങളും, പ്രോസ്ട്രേറ്റിൻ്റെ കംപ്ലൈൻറ്റുകളും, മൂത്രത്തിലെ കല്ലുകളും, കിഡ്നി രോഗങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന അഭിഷേകം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അഭിഷേകം, മൈറ്റി നെയിം ഓഫ് ജീസസിൻ്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വീടിനൊക്കെ ഉണ്ടാകുന്ന നിരന്തരമായ രോഗപീഠകൾ, നിരന്തരമായ തളർച്ചകൾ, നിരന്തരമായ അസ്വസ്ഥതകൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അതിൻ്റെ അടിവേരോടെ ഇന്ന് പിഴുതെടുക്കപ്പെടട്ടെ. നിരന്തരമായ കടങ്ങൾ, വിട്ടുമാറാത്ത കടങ്ങൾ ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ. വസ്തുവിൻ്റെ കച്ചവടത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ജോലിയുടെ മേലുള്ള നിരന്തരമായ ബന്ധനങ്ങൾ, തൊഴിൽ മേഖലയിൽ നിരന്തരമായ പീഡനങ്ങൾ, യാത്രവേളയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ സ്വഭാവ മേഖലകളിൽ, ജീവിത പങ്കാളികളുടെ സ്വഭാവങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുള്ള പൈശാചികമായ ആ ചില സ്വഭാവങ്ങൾ, ചില തഴക്കദോഷങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ ബന്ധനങ്ങളും ഇന്ന് ബഹിഷ്കരിക്കപ്പെടും. നിൻ്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന, നിൻ്റെ മക്കളെ തകർക്കാൻ നോക്കുന്ന, നിൻ്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന എല്ലാ തിന്മയുടെ രൂപികളും, നാശകരമായ ജീവികളും, പ്രകൃതി വിരുദ്ധ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സാത്താനും അവൻ്റെ സകലവിധ ശക്തികളെയും ബഹിഷ്കരിക്കാൻ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമമാണ് ഉപയോഗിക്കുന്നത്. നിന്നെ ബാധിച്ചിരിക്കുന്ന അകാരണ ഭയങ്ങൾ, നിന്നെ ബാധിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ, എന്ത് ചെയ്തിട്ട് ശരിയാകാതെ വരുന്ന നിൻ്റെ അസ്വസ്ഥതകൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് പവർ അനോയിൻറ്റിങ്ങിലൂടെ നിൻ്റെ കുടുംബത്തെ ബാധിച്ച കലഹങ്ങൾ, നിൻ്റെ കുടുംബത്തെ ബാധിച്ച അന്ധകാര ശക്തികൾ, നിൻ്റെ സംശയങ്ങൾ, നിൻ്റെ ജീവിതത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആദിവ്യാധികളെയും, തിന്മകളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും, നിൻ്റെ കുടുംബം തകർക്കാനായി ആസൂത്രണം ചെയ്യുന്ന എല്ലാ കൂടോത്രങ്ങളും, മന്ത്രവാദങ്ങളും, ആഭിചാരങ്ങളും, ശത്രുദോഷങ്ങളും, കൈവശശക്തികളും, പരദോഷകരും, തിന്മയുടെ ആധിപത്യങ്ങളും നിൻ്റെ വഴിയിൽ കെണികൾ വെച്ചുകൊണ്ട് നിൻ്റെ തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല, നിൻ്റെ സ്ഥാപനങ്ങൾ, നിൻ്റെ കടകൾ, നിൻ്റെ റെസ്റ്റോറൻറ്റുകളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നാശകരമായ ജീവികളുണ്ടെങ്കിൽ, പ്രകൃതി വിരുദ്ധ ശക്തികളുണ്ടെങ്കിൽ, യേശു നാമത്തിൽ ഇന്ന് അവയെ ഞാൻ ബന്ധിക്കുക, ബഹിഷ്കരിക്കുക. നിൻ്റെ വീടിനൊരു പുതിയ പ്രകാശം കിട്ടട്ടെ, നിൻ്റെ വീടിനൊരു പുതിയ ചൈതന്യം കിട്ടട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പുതിയ അഭിഷേകം കിട്ടട്ടെ. അസാധാരണമായ പ്രതിഭാസങ്ങൾ നിൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ. ഏതെങ്കിലും തരത്തിൽ മാനസികമായി ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിലുള്ള
അസാധാരണ പ്രതിഭാസങ്ങൾ നിന്റെ വീട്ടിൽ നിന്നും വിട്ടുമാറട്ടെ. യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുകയാണ്. വലിയ അത്ഭുതമാണ് ഇന്ന് നടക്കുന്നത്. ഈ ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിന്റെ വീട്ടിൽ മുഴങ്ങട്ടെ. രാവിലെയും വൈകുന്നേരവും കിടക്കുന്നതിന് മുൻപും പ്രിയപ്പെട്ട മക്കളെ 90 ദിവസം നേർച്ച വെച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്നുവെന്ന് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലവേദനകൾ, തലകറക്കങ്ങൾ, കൈവേദനകൾ, ശരീരവേദനകൾ, നിരാശകൾ, ആദിവ്യാധികൾ, അകാരണ ഭയങ്ങൾ, ചില കുഞ്ഞുമക്കളിലുള്ള അകാരണ ഭയങ്ങൾ. അവർക്ക് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോകാൻ പറ്റുന്നില്ല. അവർക്ക് എല്ലാറ്റിനെയും ഭയമാ, സ്വരത്തെ ഭയമാ, ആകുലതകൾ പെട്ടുപോകുന്നു. പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കാരണം യേശു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അതിശക്തമായ അടയാളങ്ങൾ സംഭവിക്കുന്നത് കേട്ട് അവൻ ആരാണെന്ന് യോഹന്നാനോട് തിരക്കിയ ശിഷ്യന്മാരെ യോഹന്നാൻ യേശുവിൻ്റെ അടുത്തേക്ക് വിട്ട് അവനോട് ചോദിച്ചു, റബ്ബി, അങ്ങ് ആരാണ്? അങ്ങ് ആരാണ്? വരാനിരിക്കുന്നവനാണോ? അതിന് ഈശോ കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച 100 കണക്കിന് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെന്ന് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തണം. നിങ്ങൾ ചെന്ന് പറയണം, നിങ്ങൾ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്. അവിടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ഡെലിവറൻസിൻ്റെ സാക്ഷ്യങ്ങൾ, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ, ഭൂതോച്ചാടന പ്രാർത്ഥനകൾ, ഇത് നിങ്ങൾ മറ്റുള്ളവരോട് പോയി പറയണം. കർത്താവ് ചെയ്ത അതേ സുവിശേഷ വേല ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഭ അത് തുടരുകയാണ്. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അതിൽ വിശ്വസിച്ചുകൊണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഇന്ന് നമുക്ക് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ലിയോ 14-ാം പാപ്പ എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, അപകടങ്ങളെ, മന്ത്രവാദങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ നിർവീര്യമാക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് അത്ഭുതകരമായ വിടുതൽ യേശു നാമത്തിൻ്റെ ശക്തിയാണ്. അത്ഭുതകരമായ വിടുതൽ. എല്ലാ ബാധകള്, തിന്മകള്, രോഗങ്ങള്, അസ്വസ്ഥതകള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, പറ്റുന്നവർ ചൊവ്വാഴ്ച, നാളെയാണ് അച്ഛൻ്റെ ശുശ്രൂഷ. വൈകുന്നേരം 5:30 മണി മുതൽ വൈകുന്നേരം 8:30 മണി, രാത്രി 8:30 മണി വരെ. തുടർന്ന് ദൂരെ നിന്ന് വരുന്നവരെ അച്ഛൻ KSRTC ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി ആക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്ക് മടങ്ങിപ്പോകാൻ അസൗകര്യം ഉള്ളവർക്ക് തൊട്ടടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ താമസം ഒരുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.